ശംശയിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 11ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 10ാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് പരിശുദ്ധിയുടെ വില എത്ര വലുത് എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ആ പരിശുദ്ധിയെക്കുറിച്ച് ഈശോ തന്നെ പ്രതിപാദിക്കുന്നത്. അതിൽ കൂടിയാണ് ഈ ബുക്ക് തുടങ്ങുന്നത് തന്നെ. ഇന്ന് നമ്മൾ കാണുന്നത് ഈശോ തൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് വളരെ എടുത്തു പറയുന്ന ഭാഗങ്ങളാണ്. ഇതിൻ്റെ തന്നെ 2ാമത്തെ വോളിയത്തിൽ 62ാമത്തെ പേജിൽ നമ്മൾ ഈശോയെ അന്വേഷിച്ചു പോകുന്ന ആ യോഹന്നാനെ കുറിച്ച് ഈശോ ആത്മകഥം ചെയ്യുന്നതും സംസാരിക്കുന്നതുമെല്ലാം ഈ പരിശുദ്ധിയുടെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 5:8 പറയുന്നുണ്ട്, ഹൃദയത്തിൽ പരിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവര് ദൈവത്തെ കാണും. ഈശോ പറയുന്നതും അതുതന്നെയാണ്. സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ പോക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു വലിയ ജനസമൂഹമാണ് അത് കേട്ടത്. പക്ഷേ ഈശോയെ അനുഗമിക്കുന്നത്, ഈശോയെ കണ്ടെത്തുന്നത് യോഹന്നാൻ മാത്രമാണ്. അതിനെക്കുറിച്ച് ഈശോ പറയുന്നത് അവന്റെ പരിശുദ്ധി. അവൻ ഒരുപക്ഷെ ആ സ്നാപകന്റെ വാക്കുകൾ കേട്ടിട്ടില്ലെങ്കിൽ പോലും പരിശുദ്ധിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ആ ഒരു പ്രക്രിയ ഈശോ പറയുന്നത് വളരെ സുന്ദരമായ ഒരു പുഷ്പം, അതിൻ്റെ ആത്മാവ്, ശരീരവും മനസ്സും ആത്മാവും പരിശുദ്ധമായ ഒന്നുപോലെയാണ്. സ്വർഗദൂതന്മാരുടെ ആ പരിശുദ്ധിയുള്ള ഒരു ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഈ പരിശുദ്ധമായ ആത്മാവ് നിവസിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആത്മാവിന് എല്ലാം സ്പഷ്ടമായും വ്യക്തമായും കാണാൻ കഴിയുന്നു. അവർക്ക് ആകുലതയില്ല, ഉത്കണ്ഠയില്ല. അവർ നിധി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ആ നിധിയെ കണ്ടെത്തിയപ്പോൾ അത് കരസ്ഥമാക്കുവാൻ വേണ്ടി ബാക്കിയെല്ലാം സന്തോഷത്തോടെ വിൽക്കുന്ന ആ ഒരു അനുഭവമാണ് വിശുദ്ധ യോഹന്നാന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഈ പരിശുദ്ധി യോഹന്നാൻ ഉടനീളം കാത്തു സൂക്ഷിക്കുന്നു. യോഹന്നാന്റെ സ്വഭാവത്തിൽ നമുക്കറിയാം, യോഹന്നാൻ ദൈവമനുഷ്യന്റെ സ്നേഹിതയിൽ ഒരു പ്രാവശ്യം മാത്രം ദേഷ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഈശോയെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഏതോ ഒരു വ്യക്തി മാതാവിനെ കുറിച്ച് അസഭ്യം പറഞ്ഞത് ക്ഷമിക്കാൻ മേലാതെ. ഇതാണ് ആത്മസംയമനവും വിശുദ്ധിയും എല്ലാമായിട്ട് ഒന്നായിട്ട് പോകുന്ന ഒരു അനുഭവം. നമുക്കറിയാം, സ്നാപക യോഹന്നാന് അവന്റെ ശിരസ് കൊടുക്കുന്നതിന് പോലും പേടിയില്ലായിരുന്നു. അവൻ കൊടുക്കുകയായിരുന്നു. അതേസമയം ഹെറോദ്യായും മകളും അവരുടെ പേടി കാരണം, അവരുടെ വിശുദ്ധിയില്ലായ്മ കാരണം അവർക്ക് മറ്റുള്ളവരുടെ കഴുത്തെടുക്കാനാണ് അവർക്ക് താല്പര്യം. ഈശോ വളരെ പ്രശംസിച്ച്, കാരണം ഈ വിശുദ്ധിയും സ്നേഹവും ഒന്നു ചേർന്ന് പോകുന്നതാണ്. വിശുദ്ധി ഒരു ഗുണത്തിലേക്കാളും ഉപരിയായി ഈശോയുടെ ആ സാമീപ്യം, സാന്നിധ്യം അത് അനുഭവിക്കുന്നവർക്ക് ലഭിക്കുന്ന, സ്വതസിദ്ധമായിട്ട് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് വിശുദ്ധി. ഈശോയുമായിട്ട് ഐക്യപ്പെടുമ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നു. ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ സൗന്ദര്യം, അതിലുപരി സൃഷ്ടാവിന്റെ സൗന്ദര്യം ആസ്വദിച്ചവര് സൃഷ്ടപ്രപഞ്ചത്തിന്റെ സൗന്ദര്യ ആകർഷണത്തിൽ പെട്ടുപോകുന്നില്ല. ഇതൊക്കെ തന്നെയാണ് യോഹന്നാനെ കുറിച്ച് ഈശോ പറയുന്ന ആ വലിയ അനുഭവത്തിൻ്റെ
അവൻ ഒരുപക്ഷെ എന്നെ കണ്ടില്ലെങ്കിൽ പോലും അവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുമായിരുന്നു. ആദ്യത്തെ ശിഷ്യൻ മറ്റുള്ളവർക്ക് ഈശോയിലേക്ക് നയിക്കപ്പെടുവാൻ ശക്തി നൽകിയവൻ. നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ വചനം കേൾക്കുന്നവർ എൻ്റെ ശിഷ്യരാകും, ശിഷ്യത്വം നിങ്ങളെ സത്യം അറിയിക്കും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈശോ യോഹന്നാനോട് പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വന്നാൽ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും, സഹനം നിന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഈ വെല്ലുവിളിയാണ് അവൻ്റെ വിശുദ്ധിയിലും സ്നേഹത്തിലും കൂടി നീയാകുന്ന വചനം. അത് ആ ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്നത്. ഈശോ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്കെൻ്റെ ശിഷ്യനായിട്ട് മാറാം, വെറും സ്നേഹിതനായിട്ട്. അപ്പോൾ നിയമങ്ങളും കാര്യങ്ങളും അതിൻ്റെ ആ വലയത്തിൽ നീ പെടുന്നില്ല. പക്ഷേ യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ശിഷ്യനായിട്ട്, നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു അനുഭവം, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ അമ്മയെയും അപ്പനെയും സഹോദരങ്ങളെയും എല്ലാം ത്യജിക്കാൻ തയ്യാറാണ്. ഈശോ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സന്ദേശമായിട്ട് ഈ വിശുദ്ധിയെ കണക്കുകൂട്ടുമ്പോൾ നമ്മൾ ആദ്യം കണ്ടത് പരിശുദ്ധ അമ്മയുടെ അപരിശുദ്ധയായി ജനിച്ച അവിടെ വിശുദ്ധി. രണ്ടാമത് കണ്ടത് യോഹന്നാനെ പോലെ വിശുദ്ധമായ ജീവിതം നയിച്ച ഒരാള് അതിവിശുദ്ധിയിലേക്കുള്ളൊരു കടന്നുപോക്കല്. ഇതുകൂടാതെ നമ്മളെപ്പോലെ പല ആഴത്തില് പാപത്തിൻ്റെ പതനത്തിൽപ്പെട്ടവര്, അവരെ കർത്താവ് ആ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന മാർഗങ്ങള്, ഇതിൻ്റെയൊക്കെ ധാരാളം ഉദാഹരണങ്ങള് നമ്മൾക്ക് ഈ ഗ്രന്ഥത്തിൽ കാണാം. അടുത്ത പരമ്പരയിൽ അങ്ങനെ വലിയ പാപത്തിൽ പെട്ടുപോയ ഒരു സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പരാമർശിക്കുവാൻ ശ്രമിക്കാം. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് പരിശുദ്ധ അമ്മയോ വിശുദ്ധ യോഹന്നാനെ പോലെയുള്ളവർ വളരെ ചുരുക്കമേ കാണൂ. പക്ഷേ പാപത്തിൻ്റെ ആ അടിമത്വത്തിൽ പോയ, ആ കുഴിയിൽ വീണ അവരെ കർത്താവ് എങ്ങനെ സമുദ്ധരിക്കുന്നു, അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാൻ ശ്രമിക്കാം.